സ്നേഹവന്ദനം. ഒരു കുഞ്ഞു ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാക്കാണ് ഇന്നത്തെ ചിന്താവിഷയം. ക്രിസ്ത്യാനി. ആരാണ് ക്രിസ്ത്യാനി? ഒരു മതവിഭാഗത്തിന് സാധാരണ നാം വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി, അല്ലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു മതവിഭാഗത്തിൽ ഉൾപ്പെടുന്ന സഹോദരങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി. പല തമാശയായ പല പേരുകളും ക്രിസ്ത്യാനിക്ക് പലതും പറയാറുണ്ട്. പെട്ടെന്നോർത്താൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾക്ക് സാധാരണയായി വിളിക്കുന്ന ഒരു പേരുണ്ട്, അച്ചായൻ, അച്ചായത്തി എന്നൊക്കെ. ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടൊക്കെ ആ പേര് നാം കാണാറുണ്ട്. അച്ചായൻ, അച്ചായത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം മദ്യമൊക്കെ കഴിച്ച് അല്പം സുഖലോലുപതയിലും ജീവിതമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ ജീവിക്കുകയും അല്പം സാമൂഹിക സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവരും അറിയാതെ ആണെങ്കിലും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന ഒരു തത്വമൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് അച്ചായൻ, അച്ചായത്തി എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ശരിക്കും ആരാണ് ക്രിസ്ത്യാനി? ഇപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ ആരോട് ചോദിച്ചാലും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരവുണ്ട്. എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് പറയുമ്പോൾ വളരെ സാധാരണയായി നമുക്ക് തോന്നുന്ന ഒരു ശബ്ദമാണ്. ഒരുപാട് അനുഗമനങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ കാണാം. തത്വചിന്തകളുടെ അനുഗമനം, സംഘടനകളുടെ അനുഗമനം, മഹത് വ്യക്തികളുടെ അനുഗമനം, അങ്ങനെ പല അനുഗമനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ക്രിസ്ത്യാനി അല്ലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ദൈവവചനം അനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വേദഗ്രന്ഥമായ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചാൽ അതിൽ ഉന്നതമായ ഒരു ആത്മീക ദർശനമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി അത് എങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവർ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ: ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എങ്കിലും ഞാൻ 3 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. അതിങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്നോട് പറയട്ടെ: നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവയൊക്കെ ഇതിൻ്റെ ഒരു ഭാഷാ ശൈലിയും എഴുത്തിൻ്റെ രീതിയൊക്കെ നമ്മൾ നോക്കിയാൽ ഇതൊരു കേവലം തത്വചിന്തയോ ഒരു മിഥോളജിയോ അല്ലെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു തത്വചിന്തയോ മിഥോളജിക്കൽ സ്റ്റോറിയോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ എഴുതുന്ന ഒരു ഭാഷാ ശൈലിയോ രീതിയോ അല്ല നമ്മളിവിടെ കാണുന്നത്. യഥാർത്ഥമായ സത്യങ്ങൾ ജനത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിൽ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുവാൻ നാം പരാജയപ്പെടാറുണ്ട്.
പരാജയപ്പെടും. എന്നാൽ ആ ബുദ്ധിമുട്ട്, അതായത് സ്വാഭാവിക ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ആകുന്നത് തന്നെയാണ് ശരിക്കും ഈ ദൈവവചനത്തിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നത്. ഒരു ഉന്നതമായ സൂപ്പർ നാച്ചുറലായ ഒരു സ്റ്റേറ്റ്മെന്റ് മനുഷ്യരുടെ ഭാഷയിൽ തന്നിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സ്വാഭാവിക ബുദ്ധിയിൽ നമ്മൾക്കിത് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട്, വിശ്വാസത്തോടു കൂടിയുള്ള ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഒരു വെളിപ്പാട് പോലെ വളരെ സ്വാഭാവികമായി നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ഇത് തുറന്നു വരുന്ന അനുഭവം ക്രിസ്തുവിൽ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും അധികം പേർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന, അതെന്താണെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. ആ പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്, നാം പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവം, അതിപരിശുദ്ധനായ ദൈവം, അങ്ങനെ സർവത്തിൻ്റെയും ഉറവിടമായ, സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ആ ഒരു തലത്തിലേക്ക് മനുഷ്യരായ നമുക്ക് എന്തായാലും എത്താൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ലെവലിൽ നാം എത്ര ശ്രമിച്ചാലും നമുക്ക് എത്താൻ കഴിയത്തില്ല. കാരണം നാം പാപം ചെയ്യാതെ ഇരുന്നാൽ പോലും നമ്മുടെ ഹൃദയത്തിൽ പാപം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ഒക്കെ പാപത്തിൻ്റെ കണികകൾ ഉണ്ടാകും. അപ്പോൾ നാം ഒരിക്കലും ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തില്ല. അപ്പോൾ ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. ആദ്യം നാം ദൈവസന്നിധിയിൽ നമ്മോട് തന്നെ ഏറ്റുപറയുകയാണ്. എന്ത്? കർത്താവേ, ദൈവമേ, ഞാനൊരു പാപിയാണ്, നിന്റെ സന്നിധിയിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. എന്നാൽ ഞാൻ അങ്ങയെ ആഗ്രഹിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണം. എൻ്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണം. എന്താണ് കർത്തൃത്വം? എൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ, എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ, എൻ്റെ ജീവിതത്തെ ശരിയായ പാതയിൽ നടത്തുവാൻ അങ്ങ് കർത്തൃത്വം എടുത്ത് എൻ്റെ കർത്താവായി എൻ്റെ അകത്ത് വരണം. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണം. യേശുവിൻ്റെ തിരുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. ഈ ഒരൊറ്റ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റും. ഈ പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഘടകമാണ്. നാം പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ടത്, നാം ഒന്നുമല്ല എന്ന് ദൈവസന്നിധിയിൽ പറയണം. നാം അംഗീകരിക്കണം. കർത്താവേ, ഞാൻ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിലൊരു നുറുക്കം ഉണ്ടാകണം. ഞാൻ ഇന്നൊക്കെ ആളാണ്, എൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ്, ഇവിടെ എനിക്ക് ഇത്ര വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ അതിനെയൊക്കെ മാറ്റിവെച്ച്, കർത്താവേ, ഞാൻ ഒന്നുമല്ല, എനിക്കങ്ങ് വേണമെന്ന ഹൃദയനുറുക്കത്തോടെ, നിർമ്മല മനസാക്ഷിയോടെ, ആ ദൈവത്തിലുള്ള സമ്പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുള്ള ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ദൈവവചനം പറയുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും എന്നുള്ളത്. പലപ്പോഴും നാം ശ്രമിക്കുന്നത് ദൈവത്തെ അന്വേഷിച്ച് പോവുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മളുടെ ഒരു അനുവാദം കാത്തു നിൽക്കുന്ന ഒരു ദൈവവും, നമ്മളുടെ ഒരു പൂർണ്ണ സമർപ്പണം കാത്തു നിൽക്കുന്ന ദൈവവും, പൂർണ്ണമായി സമർപ്പിച്ച് നാം ഒന്ന് അനുവാദം കൊടുക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇത് ഒരു കേവലം ഒരു
പഠിപ്പീര് മാത്രമല്ല, ഒരു തത്വചിന്തയോ അല്ലെങ്കിൽ ഒരു സാധ്യതയോ അല്ല. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനം ഇത് അനുഭവമാക്കിയ അനുഭവമാണ്. അതിനെയാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ഇങ്ങനെ പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ, ഒരു രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആ വിശുദ്ധിയോട് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവനാവുക അല്ലെങ്കിൽ ദൈവത്തിന് സ്വീകാര്യനാവുക എന്ന ആ ഒരു അനുഭവം, പ്രക്രിയയല്ല, ഒരു അനുഭവമാണ് രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്ന് ക്രിസ്തീയ സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ആഴമേറിയ ഹൃദയനുറുക്കത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ഞാൻ മുകളിൽ വായിച്ച ഈ വാക്യങ്ങളൊക്കെ ഒരു വെളിപ്പാട് പോലെ നമ്മുടെ അകത്തേക്ക് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ജീവിതം മാറുന്നത് കാണുവാൻ കഴിയും. അനേകം മദ്യപാനികൾ, അനേക കൊലപാതകികൾ, അനേക പാപത്തിൻ്റെ ഒരു തരത്തിലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് ലോകം കരുതിയ അനേക വ്യക്തികളെ മാനസാന്തരത്തിലേക്കും നല്ല ജീവിതത്തിലേക്കും നയിച്ച ദൈവവചനമാണ് സുവിശേഷം. ആ ദൈവത്തിന് മാത്രമേ ഇവനെ മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്ന് ലോകം പറഞ്ഞ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തിയത് ഒറ്റ പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഞാൻ പാപിയാണ്, എനിക്ക് നന്നാവാൻ പറ്റത്തില്ല, സ്വയമേ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വരാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണം, എൻ്റെ ഹൃദയത്തെ അങ്ങ് ഏറ്റെടുക്കണം. ഈ ഒറ്റ പ്രാർത്ഥനയാണ് ഒരു ജീവിതത്തെ രക്ഷിച്ചത്. അത് പലപ്പോഴും പല തരത്തിൽ ഒരു ലാർജ് സ്കെയിലിൽ പലരും ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങുന്നവർ പല തരത്തിലൊക്കെ മതപരിവർത്തനമെന്നും ഒക്കെ പറഞ്ഞ് അതിനെ പലപ്പോഴും വികലമാക്കാറുണ്ട്. അവിടെയാണ് സഭ ഇപ്രകാരം പറയുന്നത്, മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്, മനസ്സിൻ്റെ പരിവർത്തനമാണ്, രൂപാന്തരമാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ഒരുപാടാണ്. അങ്ങനെ ഈ ഒരു പ്രക്രിയയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉറപ്പും തെളിവുമായി ദൈവവചനം കടന്നു വരുന്നു. ഇപ്പോൾ രക്ഷയുടെ അനുഭവം, ദൈവത്താൽ രക്ഷ പ്രാപിച്ച ഈ ഒരു അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവസഭ പറയുന്ന അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമാണ് ബോൺ അഗെയിൻ ഇൻ ക്രൈസ്റ്റ്. ആ ടേമിന് പറയുന്ന പേരാണ് ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കുക. ഐ ആം ബോൺ അഗെയിൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, പാപം നിറഞ്ഞ, ദൈവമില്ലാതിരുന്ന, പരാജയമായിരുന്ന എൻ്റെ പഴയ ജീവിതം, പാപത്തിൽ നിന്ന് ഒരിക്കലും രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന എൻ്റെ പഴയ ജീവിതം ദൈവം മാറ്റി എനിക്കൊരു പുതിയ ജീവൻ തന്നു. ഐ ആം ബോൺ അഗെയിൻ ഇൻ ക്രൈസ്റ്റ്. ഈ ഒരു വീണ്ടും ജനനമാണ് ഒരു മനുഷ്യനെ ആ ദൈവിക തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരെ പറ്റി ക്രിസ്തു പഠിപ്പിക്കുന്നതാണ് പേരാണ് നിങ്ങൾ എൻ്റെ ശരീരമാകുന്ന സഭയാണെന്നുള്ളത്. ഒരുപാട് സഭകൾ നമുക്കറിയാമല്ലോ. ക്രിസ്തീയ സഭകൾ ഒരുപാട് ഡിനോമിനേഷൻസിൻ്റെ പേരിൽ നമുക്ക് അറിയാം. നമ്മളുടെയൊക്കെ ഐഡൻറ്റിറ്റി, നമ്മളുടെയൊക്കെ മുമ്പിൽ സഭയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന പെൻഡക്കോസ്റ്റൽ, കാത്തലിക്, മർത്തോമ, CSI, ഓർത്തഡോക്സ്, ഇങ്ങനെയുള്ള കുറെ പേരുകളായിരിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന സഭ എന്ന് പറയുന്നത് ക്രിസ്തു തലയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി ചേർന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ സഭ. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന്
ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുകയാണ്. നമ്മെ അങ്ങനെ വ്യക്തികളെ കാണുന്നവർ അവർ ക്രിസ്തുവിനെ കാണണമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ജീവിച്ച് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ നീതി, ക്രിസ്തുവിൻ്റെ സമാധാനം, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മഹത്വം ഇതൊക്കെ ലോകത്തിൽ വെളിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ക്രിസ്ത്യാനി. ഇനി ഇതിൻ്റെ ക്രിസ്ത്യാനിക്ക് ഒരു ഭാവിയുണ്ട്. മതമെന്ന ക്രിസ്ത്യാനി അല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ അംഗമായ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ ഒരു ഭാവി പ്രത്യാശ കൂടിയുണ്ട്. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ ഞാൻ വീണ്ടും എൻ്റെ അടുക്കൽ ചേർക്കും. ഒരുപക്ഷെ അതിൻ്റെ മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ രക്ഷ പ്രാപിച്ച് വീണ്ടുജനനം പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭാവിയും ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഒക്കെ നമുക്ക് വളരെ നന്നായി മനസ്സിലാകും. മറ്റു വീഡിയോകളിലൂടെ ആ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അക്ഷരം തെറ്റാതെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി അല്ലെ ദൈവമകൻ, ദൈവമകൾ, അത്രയും ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനിയെക്കാളൊക്കെ ഒത്തിരി ഉന്നതമായ ആത്മീയ ദർശനമുള്ള ആ പേരാണ് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗം. ആ ഒരു സ്റ്റാറ്റസിലേക്ക് വരുന്ന ആ ഒരു അനുഭവം, ആ അനുഭവത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്ന് ഒന്ന് ജീവിതത്തെ നുറുക്കി ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ ലേബൽസും ഐഡന്റിറ്റീസും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഹൃദയനുറുക്കത്തോടെ നിർമ്മല മനസാക്ഷിയോടെ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണം എന്ന ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ? ഇന്ന് നിന്റെ ജീവിതത്തിന് ദൈവം രൂപാന്തരം വരുത്തും. ആ രൂപാന്തരം ഈ ലോകത്തിന് വരുത്തുവാൻ കഴിയുന്ന രൂപാന്തരമല്ല. ഈ ലോകത്തിൽ ഒരു തത്വചിന്തയ്ക്കും ഒരു ടെക്നോളജിക്കും വരുത്തുവാൻ കഴിയുന്ന രൂപാന്തരമല്ല. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനകത്ത് നീ അനുഭവിക്കുന്ന രൂപാന്തരം ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ആ ഒരു അത്ഭുതകരമായ അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരുപാട് ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങളും തലങ്ങളും ഉള്ളതുകൊണ്ട് പലതിലും സംശയങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, അതൊക്കെ പറഞ്ഞു തരുവാൻ ഒക്കെ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, ആത്മീകമായ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീകമായ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കൂടെ തരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.